മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേരിൽ സൈബർ തട്ടിപ്പ്. ആലുവ സൈബർ പോലീസ് കേസെടുത്തു. ധൻ യോജന പദ്ധതി എന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുമെന്ന വ്യാജേനയാണ് പണം തട്ടിയത്. വടക്കേക്കര സ്വദേശിക്ക് 2499 രൂപ നഷ്ടമായി. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഇത് ഒരു ചെറിയ തുക മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിരവധി പേരിൽ നിന്നും ഇവർ പണം തട്ടിയിട്ടുണ്ടാകാം. ഇതിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ തട്ടിപ്പിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? ടോം, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ലിങ്ക് കണ്ട് ക്ലിക്ക് ചെയ്തതായിരുന്നു ഈ വടക്കേക്കര സ്വദേശിയായിട്ടുള്ള യുവാവ്. ആ ഇൻസ്റ്റഗ്രാം ലിങ്കിൽ അല്ലെങ്കിൽ ആ പരസ്യമായി പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ധൻ യോജന പദ്ധതി പ്രകാരം, അതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്, അത് പ്രകാരം 2499 രൂപ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്താൽ ഓരോ വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും 5000 രൂപ വീതം ക്ലെയിമായി ലഭിക്കും എന്നതായിരുന്നു പരസ്യമായി കണ്ടത്. അതിനെ തുടർന്നാണ് ഈ യുവാവ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും പിന്നീട് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു അക്കൗണ്ടിലേക്ക് പണം കൈമാറുകയും ചെയ്തത്. അങ്ങനെ 2499 രൂപ കൈമാറി. 2 ദിവസം കാത്തിരുന്നു ഈ പൈസ തിരികെ ലഭിക്കുമെന്ന്. പക്ഷേ പണം തിരികെ ലഭിക്കാത്തതായതോടുകൂടിയാണ് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുകയും പറവൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പറവൂർ പോലീസ് ഈ കേസ് ആലുവ സൈബർ പോലീസിന് കൈമാറി. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് സർക്കാരിന്റെ തന്നെ ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. അത് പ്രാവർത്തികമായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഈ സർക്കാരിന്റെ ഖജനാവിലടക്കം വലിയ സാമ്പത്തിക ബാധ്യതയാണ് നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശൻ അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാതെയാണ്, അല്ലെങ്കിൽ അതുപോലും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ 5000 രൂപ ക്ലെയിമായിട്ട് കിട്ടുമെന്ന് വിശ്വസിച്ച് അതിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. എന്തായാലും ഇത്രയും 2499 രൂപയാണ് യുവാവിൽ നിന്ന് പോയത്. പക്ഷേ ഒരു കാര്യം ടോം, ഒരാളാണ് ഇത് പണം മുടക്കുന്നതെങ്കിൽ അങ്ങനെ ഇത് വിശ്വസിച്ച് എത്ര ആൾക്കാരാണ് ഈ പണം മുടക്കുന്നത്? ഇതോടുകൂടി ഈ തട്ടിപ്പ് സംഘം അവർക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പണം അവർക്ക് ഈ തട്ടിപ്പിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സൈബർ പോലീസ് ഇത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു പരസ്യം നൽകിക്കൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നവമി, നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ ഒരു തട്ടിപ്പ് സംഘത്തെക്കുറിച്ച്, ലോൺ ആപ്പ് തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇത് മറ്റൊരു രീതിയിലുള്ള, അതായത് ഇങ്ങനെ സൈബറിടത്ത് തട്ടിപ്പ് സംഘങ്ങൾ വ്യാപിക്കുകയാണ്. അത്ര സജീവമായി തന്നെ മലയാളികളെ കെണിയിൽ വീഴ്ത്താൻ പലരും ഇറങ്ങിയിട്ടുണ്ട്. പല മുന്നറിയിപ്പുകൾ നൽകുമ്പോഴും ആധികാരികമല്ലാത്ത ഇത്തരം ആപ്പുകളിൽ ചെന്ന് തലവെക്കുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില പരസ്യങ്ങൾ കണ്ട് അങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ പല പരസ്യങ്ങളും നമുക്ക് ഓരോ ദിവസങ്ങളിലും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കെണിയിൽ വീഴുന്ന സാഹചര്യം പോലുമുണ്ട്. ഇത് എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്? നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നോ അതോ സമൂഹ മാധ്യമങ്ങളിലൂടെയാണോ ബന്ധപ്പെട്ടിരുന്നത്? ഇത് സാധാരണ നമുക്കറിയാം, പ്രായം ചെന്നവരെ ഈ സമീപകാലത്ത് ഈ സൈബർ കെണിയിൽ വീണ ആളുകളെയൊക്കെ എടുത്തു നോക്കിയാൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, അഭിഭാഷകരുണ്ട്. ജെറി അമൽദേവിനെ പോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളൊക്കെ സൈബർ കെണിയിൽപ്പെട്ടിട്ടുണ്ട്, അതിന് ഇരകളായിട്ടുണ്ട്. ഇവർ ഏത് കാറ്റഗറിയിലുള്ള ആളുകളെ ആയിരിക്കാം ലക്ഷ്യം വെച്ചിരുന്നത്? വീട്ടമ്മമാരെയാണോ അതോ വയോധികരെയാണോ? ടോം, ഇവിടെ യുവാക്കളെയാണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ പരസ്യം പ്രചരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമൊക്കെ കൂടുതലും യുവാക്കളാണ് ഇപ്പോൾ നോക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുവാക്കളാണ്. അങ്ങനെ യുവാക്കളെയും യുവതികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെ നമ്മളിപ്പോൾ 1 രൂപ നൽകി കഴിഞ്ഞാൽ നമുക്ക് 5 രൂപ തിരിച്ച് ലഭിക്കുമെന്ന ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അത് വലിയ
വലിയ കെണിയാണ് അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ കെണിയാണെന്നുള്ള മുന്നറിയിപ്പ് പല ആവർത്തി നൽകുന്നതാണ്. അത് നമ്മുടെ കേന്ദ്ര സർക്കാരടക്കം, അല്ലെങ്കിൽ കേരള സർക്കാർ, അല്ലെങ്കിൽ നമുക്ക് അറിയാം, നിരന്തരം നമ്മൾ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതാണ്. ആരും നമുക്ക് 1 രൂപ പോലും ഫ്രീ ആയി തരില്ല എന്നുള്ള യാഥാർത്ഥ്യം പല ആവർത്തി പറഞ്ഞിട്ടും അതൊന്നും വിശ്വസിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം കെണിയിലേക്ക് അകപ്പെടുന്നത് യുവാക്കൾ കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നേരത്തെ ടോം പറഞ്ഞതുപോലെയുള്ള തട്ടിപ്പിന് സമാനമായ മറ്റൊരു തട്ടിപ്പ് തന്നെയാണ് ഇത്. സൈബർ ഇടങ്ങൾ നമ്മൾ കാണുന്ന തട്ടിപ്പ് പോലെ തന്നെയാണ് ഇതും. ഇത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഒരു ലിങ്ക് അയക്കുകയും പിന്നീട് അവർ ആ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചാറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, അവരിലേക്ക് പണം നിക്ഷേപിക്കാൻ പറയുന്നു. വീണ്ടും മറ്റ് ഇവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ഇതെന്ന് പറയുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെതെന്ന് പറയുന്ന തരത്തിലുള്ള ചില വ്യാജരേഖകളൊക്കെ ഇവരെ കാണിക്കുന്നു. ഇത് വിശ്വസിച്ചിട്ട് കൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് പണം മുടക്കുന്നത്, പിന്നീട് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. അതങ്ങനെയുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലതവണ ചർച്ച ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിലെ ഓരോ കുടുംബത്തിനും 5000 രൂപ വീതം ഇൻഷുറൻസ് ക്ലെയിമായി നൽകുമെന്നോ, അല്ലെങ്കിൽ ഇതിന് 2499 രൂപ നിക്ഷേപിക്കണമെന്നോ എന്നും സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ എവിടെയും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയാണ്. ഗൂഗിൾ ചെയ്താലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഇന്റർനെറ്റിൽ കൂടി സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷെ അതിന് പോലും മെനക്കെടാതെ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞ് ഉടനെ അതിൽ ക്ലിക്ക് ചെയ്തു പണം നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൈബർ പോലീസ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇത്തരത്തിലുള്ള കെണികളിൽ നിന്നും ആരും പെട്ടുപോകുന്നത്. വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ ഓർക്കുക, ഇതുപോലുള്ള പല തട്ടിപ്പുകാരും നമ്മളെ സമീപിക്കാം. അതൊരു പക്ഷേ ഇരട്ടി പണം വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്, ഓൺലൈൻ ഷെയർ ട്രേഡിങ്, അതല്ലെങ്കിൽ ലോൺ ആപ്പ്, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തെറ്റായ സന്ദേശങ്ങളിലൂടെ നമ്മളെ കബളിപ്പിക്കാൻ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പല മോഹന വാഗ്ദാനങ്ങളുമായി സമീപിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിയേക്കാം, ഫോണിലേക്ക് എത്തിയേക്കാം. അവിടെ ഒന്ന് ഓർക്കുക, ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ, അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ, ChatGPTയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു പദ്ധതികളുണ്ടോ, സർക്കാർ അത് ആവിഷ്കരിച്ചിട്ടുണ്ടോ, പ്രഖ്യാപിച്ചിട്ടുണ്ടോ, അത് വിശദമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ അതിലേക്ക് പണം മുടക്കാവൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള കെണികളിൽ വീഴുമെന്ന് ഓർമ്മ വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.